പരകായ പ്രവേശം ഞാനും ആദ്യം വിശ്വസിച്ചിരുന്നില്ല. എനിക്ക് 90 വയസ്സായി, ഞാൻ സമാധി അവസ്ഥയിലാണ്, എനിക്ക് ശരീരം ഉപേക്ഷിക്കണം, ഞാൻ പരകായ പ്രവേശം നടത്താൻ പോവുകയാണെന്ന് ബൂർഖി ബാബ അയ്യുമായിട്ട് നീ മറ്റു ഗുഹകളിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. നദീതീരത്തേക്ക് പോയപ്പോഴത്തേക്കും സ്വാമി രാമയ്ക്ക് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് നോക്കി അവിടെ ഇരുന്നു. പരകായ പ്രവേശം ചെയ്തെന്ന് അവകാശപ്പെടുന്നു. അവിടെയും നമുക്ക് 100% വിശ്വാസയോഗ്യത ഇല്ല എന്നും മനസ്സിലാക്കണം. പക്ഷെ സ്വാമി രാമ പിന്നീട് ഈ ബംഗാളി ബാബയുടെ ഗുരു ബാബാജി എന്ന് പറഞ്ഞൊരു ഗുരുവാണ്. അത് മഹാവീർ ബാബാജി ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അപ്പോൾ പറഞ്ഞു, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് എനിക്കറിയാം, നിനക്ക് പരകായ പ്രവേശം പഠിക്കണമല്ലേടാന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നിന്റെ മനസ്സിലൊത്തിരി സംശയമുണ്ട്, ഇത് കളിപ്പീരാണെന്ന് അല്ലേന്ന് ചോദിച്ചു. അതേ സ്വാമി എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, ഈ ഗുഹയിൽ വേറെ എവിടെയെങ്കിലും, സ്വാമി രാമയോടും പറഞ്ഞു, നിങ്ങൾ ഈ പല പിടിച്ചു, ഞാനിപ്പോൾ കാണിച്ചു തരാം. 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉരുകി, ശരീരം ഉരുകി. ഇതൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് അനുഭവസ്ഥൻ കൃത്യമായിട്ട്, സ്വാമിരാമയെ പോലെയുള്ള ഒരാൾ, അത് ഹിമാലയൻ യോഗ സെൻറ്റർ എന്ന് പറഞ്ഞ് വലിയ യോഗ സെൻറ്ററും സഹായങ്ങളും ഒക്കെ ചെയ്യുന്ന രജനീകാന്ത് സ്വാമിരാമയുടെ ശിഷ്യനാണ്. പിന്നെ രജനീകാന്താണ് സ്വാമിരാമയുടെ ഒരു പുസ്തകത്തിൻ്റെ ഫോർവേഡ് എഴുതിയത്. എനിക്കിടെ 90 വയസ്സായി, ഈ ശരീരം കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ആ ശരീരം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇതിനകത്ത് കയറാമെന്ന് പറഞ്ഞു. ഏതായാലും ശിഷ്യയെ നിർബന്ധിച്ച് ശരീരം കൊണ്ടുവന്നു. ഈ പറയുന്ന ബംഗാളി ബാബ നിമിഷ നേരം കൊണ്ട് ഡിസപ്പിയർ ചെയ്യും, ഈ ശവശരീരം എഴുന്നേറ്റ് നിൽക്കുകയും. ജീസസ് ക്രൈസ്റ്റ് അദ്ദേഹത്തിന്റെ യാത്രയുടെ ഭാഗമായി ബാബാജിയുടെ ശിഷ്യപ്പെട്ടിരുന്നു. നാഥ് യോഗിയായിരുന്നു ജീസസ് ക്രൈസ്റ്റ്.